ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇതിൽ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ വറുത്തരച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ഉണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂടി പോരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിൽ 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ 2-3 ഇതെല്ലാം കൂടി ചെറിയ വറുത്തെടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സാവധാനം റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ കരിഞ്ഞു പോയാൽ കറിക്ക് ഒരു കയ്പ്പ് ഉണ്ടാവും. ഇനി ഇതിൽ ഇതുപോലത്തെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കുക. പുളി ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ പുളിവെള്ളം അരപ്പ് ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ചാലും മതി. ഇനിയിപ്പോൾ ഇത് ഒരുവിധ റോസ്റ്റായിട്ട് വന്നാൽ ഇതിൽ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല കൂടി ആഡ് ചെയ്യുക. ഫിഷ് മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു മസാലകളുടെ ഒക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അതൊന്നും മാറി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ടിട്ട് ഇത് കുറച്ചും കൂടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. ഇനി ഒരു അരമുറി തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഇടുന്നത്. പിന്നെ ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇടുക. ഇനി ഇതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉണ്ടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുളക്. പിന്നെ ഇത് നാട്ടിൽ നിന്നിപ്പോൾ ഉമ്മ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഇതിൻ്റെ നല്ലൊരു ഫാനാണ് ഞാൻ. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയാൽ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റാണ് കേട്ടോ, എങ്കിലാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു കറിയുടെ കൂടെ കഴിക്കാൻ ചീനിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പം അപ്പുറത്തെ അടുപ്പിൽ ചീനി വെച്ചിട്ടുണ്ട്, അതും വേവുന്നുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ 2-3 പീസ് ഉണക്ക മാങ്ങ ഉണ്ടല്ലോ, ഉണങ്ങിയ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടുക. ഉലുവാപ്പൊടി ഇടുമ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതിൽ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീനിലും ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ ഞാനിപ്പോൾ ചൂരമീനാണ് യൂസ് ആക്കിയിരിക്കുന്നത്. പിന്നെ ചെമ്മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്തരച്ചിട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ 2 മീനായാലും കുഴപ്പമില്ല, രണ്ടും അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മീൻ പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ നല്ലൊരു മണവും രുചിയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് പിന്നെ ചൂരക്കറിയാണല്ലോ, അതുകൊണ്ട് ഫുഡ് കുറച്ചും കൂടി കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഒരു മീൻ കറിക്ക് പക്ക കോമ്പിനേഷൻ ചീനി തന്നെ കേട്ടോ. ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. പിന്നെ വേറെ എന്താ, അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴിക്കട്ടെ. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ, അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ഞാൻ നന്നായിട്ടൊന്ന് കഴിച്ചിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ റാക്മാളിൽ പോയതാണ്, ലുലു മാളിൽ അവിടെ പോയതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ എടുത്തതാണ്, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ കൂടെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന്. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ വെറുതെ പോയതാണ് കേട്ടോ. വെറുതെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട്. പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും നല്ല ക്വാളിറ്റി ക്ലോത്താണ്.
ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് മോൾക്ക് മുമ്പൊരിക്കൽ ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഏകദേശം 1-2 വർഷമായി കാണും. എന്നാലും അത് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ സംഭവം അടിപൊളി ക്ലോത്താണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 പുറത്ത് റേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് വരുന്ന ടൈമിലാണെങ്കിൽ ഇതുപോലെ നല്ലതൊന്നും കാണില്ല. നമുക്ക് വിചാരിക്കുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒന്നും കാണില്ല. നമ്മൾ മിക്കപ്പോഴും തേഴ്സ്ഡേ ഫ്രൈഡേ ദിവസങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണല്ലോ ഇവിടെ. അപ്പോൾ അവർക്ക് കളിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഇപ്പം മിന്നുവിനെ ഏച്ചുവിനെയൊക്കെ കൊണ്ടുപോകുന്ന ഭയങ്കര ഒരു പാടാണ് കേട്ടോ. മിന്നു കുഴപ്പമില്ല, കയ്യിൽ പിടിച്ച് നടന്നോളും. പക്ഷേ ഇച്ചുവിനാണെങ്കിൽ ഫുള്ള് കറങ്ങണം. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കില്ല, നമ്മൾ എടുത്താലും നിൽക്കില്ല. അവന് സ്വന്തമായിട്ട് നടന്നിട്ട് എല്ലാം കാണണം, അങ്ങനത്തെ ഒരു രീതിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനും നല്ല അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കാണാൻ സിമ്പിളാണെങ്കിലും നല്ല കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈ തട്ടിയിട്ടൊന്ന് വീണാലും സാധനം കിട്ടത്തുമില്ല. അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ഈ ഒരു സൈഡ് വരുമ്പോഴേ ഇച്ചുവിനെ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവ എന്തെങ്കിലുമൊക്കെ തട്ടി മറിച്ച് കളയും. പിന്നെ മിന്നു ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, അവൾക്ക് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതെന്താ ഞാൻ ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോഴും അതിൽ വർക്കാവുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വെച്ച്. ഇത് പണ്ട് കാലത്ത് റേഡിയോ പോലെ ഇല്ലേ, കാണാൻ നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതുപോലെ തന്നെ വെറൈറ്റി ലുക്കിൽ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച റേഡിയോ ഇല്ലേ, അത് അത്യാവശ്യം 1000 രൂപയൊക്കെ വില ഉണ്ട്. പിന്നെ ഐസ്ക്രീം കുടിക്കലും റീൽസ് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ ഒരുപാട് പേര് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ആക്കാണ്ട് പോകുന്നുണ്ട്. പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് അറിയിക്കാം. ഞാൻ അതൊക്കെ ഇമ്പ്രൂവ് ആക്കിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം.
അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.